കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന് അവകാശപ്പെടുകയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി ടി റനീഷ്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 2 തവണയായി ആവർത്തിച്ച അട്ടിമറി വിജയം നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകുമെന്ന് സ്ഥാനാർത്ഥി പറയുന്നു. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയുകയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി. ത്രികോണ മത്സരം എന്ന് ഞാനല്ല പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ത്രികോണ മത്സരം എന്ന് മാത്രമല്ല, ഈ പ്രാവശ്യം സൗത്ത് നിയോജക മണ്ഡലത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് താമര വിരിയുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മെയ് 4 നിങ്ങൾക്ക് വോട്ടിടുമ്പോൾ അത് ഉറപ്പിച്ച് പറയുന്നു. ഞങ്ങൾ 100% ഉറപ്പിച്ച് പറയുന്നു. മെയ് 4 വോട്ടിടുമ്പോൾ സൗത്ത് നിയോജക മണ്ഡലത്തിൽ താമര വിരിഞ്ഞിരിക്കും. അതായത് വലിയ വൻ അട്ടിമറിയല്ല, ഞാൻ പറയുന്നത് ചരിത്രം സൃഷ്ടിക്കും ഞങ്ങൾ. ഇത്ര ആത്മവിശ്വാസം അല്ല, അത് ഞങ്ങൾക്ക് ജനങ്ങളിലെ വിശ്വാസമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൗത്ത് നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്യണം. ഇവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ യാതൊരു ആവശ്യവും നിറവേറ്റുവാൻ ആർക്കാരും സാധിച്ചിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സർക്കാരിനെതിരെ വലിയ ജനവികാരമുണ്ട്. ആകെ ഇവർ ചെയ്യുന്നത് എന്താ? ഇലക്ഷൻ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിച്ചതുപോലെ ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ്. ഇന്ന് ആളുകളൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 2 തവണ അട്ടിമറി നടത്തിയ ഒരാളാണ്. നിയമസഭയിലേക്ക് വരുമ്പോൾ പക്ഷെ അങ്ങനെയല്ലല്ലോ. കോർപ്പറേഷനിലും ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്, നിയോജക മണ്ഡലത്തിൽ ജനങ്ങളാണ്. ഇതുപോലെ പുതിയ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം. പുതിയറിൽ ഞാനൊരു പുതിയ ആളായിരുന്നു, എൻ്റെ കന്നി അംഗമായിരുന്നു. CPM-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്. BJP-ക്ക് സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ ആളെ കിട്ടാത്തൊരു സ്ഥലമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവിടെയാണ് പുതിയറിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചത്. പൊറ്റമിൽ 47 വർഷമായിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വിജയിക്കാത്ത, കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കാത്ത ഒരുപാട് മേയർമാരെ സംഭാവന നൽകിയിട്ടുള്ള പൊറ്റമിൽ വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ നടക്കുന്നത് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. എൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു വാഗ്ദാനം ഞാൻ കൊടുത്തിട്ടുള്ളത്, ഞാൻ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ വീടും സ്ഥലവും ഇല്ലാത്ത 50 പേർക്ക് സ്വന്തം നിലയിൽ നമ്മൾ വീട് നിർമ്മിച്ചു നൽകും. മെയ് 4 വോട്ട് ചെയ്തപ്പോൾ എഴുതി വെച്ചോളൂ. ഞാൻ നിങ്ങളെ മാതൃഭൂമി ചാനലോട് പറഞ്ഞു, എഴുതി വെച്ചോ നിങ്ങൾ. മെയ് 4 വോട്ടിടുമ്പോൾ 10 മണിയാവുമ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി ടി റനീഷ് വൻ ഭൂരിപക്ഷത്തെ ജയിച്ചായി നിങ്ങൾക്ക്. താങ്ക് യു. ശരി. വൻ ആത്മവിശ്വാസത്തിലാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ടി റനീഷ് ഉള്ളത്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.